മാടപ്പള്ളി മണ്ഡലത്തിൽ ദീപക് തന്റെ ലീഡ് നില ഉയർത്തുകയാണ്. എതിർ സ്ഥാനാർത്ഥി പ്രതാപ് വർമ്മയേക്കാൾ 2000 വോട്ടിന് മുന്നിലാണ് ദീപക്. ഓടപ്പുഴ മണ്ഡലത്തിൽ അനന്തപിള്ളയുടെ ലീഡ് നില ഉയരുന്നു. ഇനി ഈ മണ്ഡലത്തിൽ 3 ഘട്ട വോട്ടെണ്ണൽ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത, മാടപ്പള്ളിയിലെ ലീഡ് നില മാറിമറിയുന്നു. നിലവിൽ ദീപകിനേക്കാൾ 1000 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നു പ്രതാപ് വർമ്മ. ഈ മണ്ഡലത്തിൽ നിലവിൽ 3 ഘട്ട വോട്ടെണ്ണലുകൾ പൂർത്തിയായി. പ്രതാപ് വർമ്മയുടെ ലീഡ് നില വീണ്ടും കൂടുന്നു. ദീപകിനേക്കാൾ 4000 വോട്ടിന് മുന്നിലാണ് നിലവിൽ പ്രതാപ് വർമ്മ. ഓടപ്പുഴയിൽ സ്വാതി മുന്നേറുന്നു. എതിർ സ്ഥാനാർത്ഥി അനന്തൻ പിള്ളയേക്കാൾ 6000 വോട്ടിന് മുന്നിലാണ് സ്വാതി. സംസ്ഥാനത്തുടനീളം പ്രതാപ് വർമ്മ തരംഗം. 140 മണ്ഡലങ്ങളിലേക്ക് നടന്ന മത്സരത്തിൽ 130-ലധികം സീറ്റുകൾ ഇപ്പോൾ തന്നെ പ്രതാപ് വർമ്മയുടെ മുന്നണി നേടിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് KCP തരംഗമാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ജനക്ഷേമ മുന്നണി സ്ഥാനാർത്ഥി അനന്തൻ പിള്ള തോറ്റു. ഏറ്റവും പുതിയ വാർത്ത, പ്രതാപ് വർമ്മ 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ശ്രീ പ്രതാപ് വർമ്മയുടെ മുന്നണി അധികാരത്തിലേക്ക്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഇന്നേ വരെ കാണാത്ത ഭൂരിപക്ഷത്തോടെ KCP അധികാരത്തിലേക്ക്. എന്നോട് പോലും പറയാത്തൊരു പ്ലാൻ ഋതുവിനുണ്ടായിരുന്നല്ലേ? സന്തോഷായല്ലേ ചേച്ചി? 140 മണ്ഡലങ്ങളിലേക്ക് മത്സരിച്ച അനന്തപിള്ളയുടെ ജനക്ഷേമ മുന്നണിക്ക് കേവലം 2 സീറ്റുകൾ മാത്രം. 138 സീറ്റുകളുമായി പ്രതാപ് വർമ്മയുടെ മുന്നണി അധികാരത്തിലേക്ക്. അങ്ങനെ പൊട്ടിച്ച് കാലുവാരികളെ പൊട്ടിച്ച്